ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഷിപ്പ് യാത്രയാണ് ഞങ്ങൾക്കിന്ന്. അപ്പോൾ അത് 4 മണിക്ക് തുടങ്ങുള്ളൂ. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഒരു 10 വരെയൊക്കെ ആയപ്പോൾ ഇറങ്ങി. ഞങ്ങൾ പെടപ്പള്ളി പള്ളിയിൽ വന്നേക്കാണ് പ്രാർത്ഥനയിൽ വഴിയിലൂടെ നടക്കാം. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് നമുക്ക് ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട്. ഇവിടെ വരെ എത്തി. തീർന്നില്ല. ഒരു ബിരിയാണി ഞങ്ങൾ ഹാഫാണ് കഴിച്ചത്, എന്നിട്ടും കഴിഞ്ഞില്ല. ഈ കടയിൽ നിന്നാണ് നമ്മൾ കഴിച്ചത്. നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ നിറച്ച് വഴി ഫുൾ വണ്ടികൾ. അപ്പം നോക്കിയപ്പോൾ പക്ഷേ റോട്ടിൽ നിന്ന് ഈ കട കാണുന്നില്ല, പക്ഷെ കാണുന്നുണ്ട്. പിന്നെ ഒരു വെറൈറ്റി ഉണ്ട് ഗൈസ്, പച്ച ടിഷ്യൂ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഒരെണ്ണം കയ്യിൽ എക്സ്ട്രാ സൈഡിൽ അത്തർ ബിസിനസ് ഉണ്ട്. അതെ, അത്ര വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വാങ്ങിച്ചിട്ട് വരുന്നതായിരിക്കും. ഗൈസ്, അങ്ങനെ നമ്മളിത് അടുത്ത ലൊക്കേഷനിലോട്ട് എത്തി. ഇവിടെ അടിച്ചു വാരി തമാശയാണോ? നമുക്ക് പള്ളി വലുതായി ഇവിടെ അടിച്ചു വായിരുന്നു. തീട്ട തമാശകൾ നിന്റെ വായെന്ന് പറഞ്ഞ്. ഗൈസ്, ഇത് അടുത്ത തീർത്ഥാടനമായിട്ടുണ്ട്. ഇപ്പോൾ 2ാമത്തെ പള്ളിയാണ് ഇന്ന് സന്ദർശിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിച്ചത് വേറെ പാലസിലോട്ടായിരുന്നു. വഴി മാറിയപ്പോൾ പിന്നെ അത് തീർത്ഥാടനമാക്കി. ഇപ്പം അടുത്ത പള്ളിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ പ്രാർത്ഥിച്ച് ഇവിടെ നേർവഴിയോട്ട് നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ പള്ളിയും സന്ദർശിച്ചു വരുന്നത് പറയുന്നിട്ട് എന്താ കാര്യം നശിച്ച് നാറാണൊക്കെ. അതൊന്നും ഞാനല്ല, ഞാൻ ദൈവത്തിന്റെ മാതൃകയിലൂടെ മാത്രം സഞ്ചരിക്കുന്നത്. പള്ളിയിൽ മാത്രം പോയിട്ട് കാര്യം. എന്റെ സ്വഭാവം നല്ലതാണോ? എന്റെ സ്വഭാവം നല്ലതാ, അതുകൊണ്ടാണ് ഞാൻ പള്ളിയിൽ പോകാത്തത്. മനസ്സിലായോ? നമുക്ക് ആ വിഷയത്തിലോട്ട് വരാം. ഈ പള്ളി എന്താണെന്ന് അറിയാം. ഈ പള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിലൊക്കെ കേൾക്കുമ്പോൾ ശരിയിരിക്കും. ഇവിടെ അടിച്ചു വാരണതാണ് നേർച്ച. ഞാൻ ഇവിടെ അടിച്ചു വാരിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ സമ്മതിച്ചു തന്നിട്ട് ഇവിടെ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ഈ പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അടിച്ചു വാരിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഞാൻ വന്നിട്ടുണ്ട്, അടിച്ചു വാരിയിട്ടുണ്ട്. ഇവിടെ പള്ളിയിലും വട്ടത്തിനൊന്നും വരാത്തോണ്ടാണ് ഇതൊന്നും കാണാൻ. 24 മണിക്കൂർ ഉറക്കം മാത്രമേ ഉള്ളൂ. ചെറുത് പിന്നെ ബൈ. QR കോഡ് വെച്ചിട്ടുണ്ട്, എല്ലാവരും സ്കാൻ ചെയ്ത്. തോന്നുന്നത് പൈസ അയക്കുക, പൈസ നോട്ടായിട്ട് ഉള്ളിക്കും. QR കോഡ് വെച്ചിട്ടുണ്ട്, എല്ലാവരും പൈസ അയക്കുക എൻ്റെ അക്കൗണ്ടിലോട്ട് കേട്ടോ. നീലമേഘത്തോപ്പിൽ തഞ്ചും കാറ്റേ കേൾക്കുന്നില്ലേ രാവിൻ സംഗീതം. അങ്ങനെ നമ്മുടെ 2ാമത്തെ തീർത്ഥാടന സ്പോട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും വഴി തെറ്റി വീണ്ടും തീർത്ഥാടനത്തിലോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. നമുക്ക് നോക്കാം. നോക്കുക ഗൈസ്, കാക്കക്കുട്ടി. നമ്മൾ നമ്മുടെ ജെട്ടിയിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ബോൾഗാട്ടി ജെട്ടി. കാണുന്നതാണ് നമ്മുടെ ബോട്ട്. എന്താ നെഫർട്ടിട്ടി എന്നാണ് നമ്മുടെ ബോട്ടിൻ്റെ പേര്, ഷിപ്പിൻ്റെ പേര്. ഇതിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇതാ നീണ്ട 2 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളിതാ, അതെ മമ്മിയാണ് ഗാനം ചെയ്യാൻ പോകുന്നത്. നമ്മൾ കയറാൻ പോവാണ്. എന്താ ഉണ്ടാവുന്ന ബാക്കി വിശേഷങ്ങളൊക്കെ വഴി പറയാം. 8:30 വരെ ആയിട്ടുള്ള എന്ത് ചെയ്യും എന്ന് അറിയില്ല ഗൈസ്. ലെറ്റ്സ് സീ. ബൈ. ജ്യൂസൊക്കെ കിട്ടി. ജ്യൂസാ മിക്സ് എഫർട്ടാണ്. ആപ്പിളൊക്കെ തിപ്പിട്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ എന്തിനാണ് ഓറഞ്ചിൻ്റെ ടേസ്റ്റാണ്. ഡാഡി മമ്മി ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇൻവെർട്ടേഴ്സ് ആയതുകൊണ്ട് ബാക്കിലോട്ട് പോകും. ഇത് കഴിഞ്ഞ് ഡാൻസ് പാട്ടൊക്കെ ഉണ്ട്. പൊന്നുമാണ് ഫസ്റ്റായിട്ട് പാട്ട് പാടാൻ പോകുന്നത്.
പിന്നെ പൊന്നിൻ്റെ ചവിട്ട് നാടകമുണ്ട്. പൊട്ടുവിൻ്റെ മറ്റേ ചീഞ്ചട്ടി നൃത്തമുണ്ട്. ഭയങ്കര ഫണ്ണി തന്നെയാട്ടോ. നീ മാറി നിന്ന് ചിരിക്കും. ഒറ്റയ്ക്ക് തമാശ പറ, ഒറ്റയ്ക്ക് ചിരിക്കുക, അത് മാത്രമൊക്കെ പറ്റുള്ളൂ. ഷീസ് വെറും ടപ്പ്. ആണ് മറൈൻ ഡ്രൈവിന്റെ ദൂരം വരുന്നത്. ചിക്കൻ ക്ലോസ് സ്റ്റൈലായിട്ട് കാണുന്നത് ക്രൂഡ് ഓയിൽ നിറച്ചിട്ടുള്ള കപ്പലുകൾ ഇവിടെ വരികയും ഇവിടെ നിന്ന് അടുത്തുള്ള റിഫൈനറിലേക്ക് ആ പൈപ്പിന്റെ സഹായത്തോടെ പുകയിലെത്തിക്കുകയും അവിടുന്ന് പെട്രോളും ഡീസലും ആക്കി മാറ്റുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ചിക്കന്റെ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നത്. കാണുന്നത് യുദ്ധക്കപ്പലാണ്. അതിന്റെ പേര് INS ധ്രുവ് എന്നാണ്. വേമ്പനാട്ടുകായലിൽ നിന്നും അറബിക്കടലിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺഫിഡൻസ് ആണ്, കോൺഫിഡൻസ്. കലാഭവൻമണിയുടെ വലിയ ആരാധകനാണ് പറഞ്ഞത്. പക്ഷേ പാടി തുടങ്ങിയില്ല. കലാഭവൻമണിയുടെ വലിയ ആരാധന. കലാഭവൻമണിയുടെ എന്താ പറയാ വലിയ ആരാധന. 2 മിനിറ്റില് 16 പാട്ട് പാടുന്നു പറഞ്ഞു തുടങ്ങിയത്. ഇല്ലിമുളം കാടുകയാണ്. ഈ പാട്ടുകളാണ് ആള് പാടിയത്. ഈ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് ആവശ്യം. നമ്മളെ തകർക്കാൻ പാടില്ല. എല്ലാവരും അത് കേട്ടിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചെന്താണെന്നറിയോ, കലാഭവൻമണി ചേട്ടന്റെ 16 പാട്ടുകളാണെന്ന് വിചാരിച്ചത്. ഞാൻ അവിടെ തന്നെ കേട്ടപ്പോൾ
Cheers. Guys, അങ്ങനെ നീണ്ട 1 മണിക്കൂറിന് ശേഷം 4 മണിക്കൂറിന് ശേഷം It's successfully. ഞാൻ പേർത്ത് കുളിച്ചിരിക്കുകയാണ് ഗൈസ്. ഡാൻസ് കളിച്ചിട്ട് അവസാനത്തെ DJ ആയിരുന്നു കലക്കിയത്. ഇവിടേക്ക് തലവേദനക്കുണ്ട്, പക്ഷെ എനിക്കൊന്നുമില്ല, ഞാൻ ഉഷാറായി. എൻ്റെ അടുത്തിട്ട് ഒരു ആന്റി വന്ന് പറഞ്ഞു നിങ്ങൾ എവിടുന്ന നമ്മൾ തൃശ്ശൂരിന് ഉഷാറ് കണ്ടിട്ട് വിശർത്ത് ഒലിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ തൃശ്ശൂർ ഗടികൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഓക്കെ ബൈ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ.